സാധാരണഗതിയിൽ യൗവനം മാറ്റത്തിനുള്ളതാണ്. പക്ഷേ ആ യൗവനത്തെ പറ്റി ഇന്ന് നമുക്ക് പലപ്പോഴും പ്രതീക്ഷ കെടുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലെ നമ്മൾ കണ്ടു, യൗവനത്തിൻ്റെ ആണോ വാർദ്ധക്യത്തിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല, ഒരു പൊറാട്ട് നാടകത്തിന് എറണാകുളം അല്ല കേരളത്തിൻ്റെ ഏകദേശം മധ്യഭാഗം എന്ന് പറയാല്ലേ, ഒരു പൊറാട്ട് നാടകം നമ്മൾ കണ്ടു. കുറച്ച് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. യുവാക്കൾ മാറ്റത്തിന് വേണ്ടി കൊതിക്കണം. എന്താണ് ആ മാറ്റം? മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്ന ധാരാളം യുവാക്കളുണ്ടത്രേ. എന്താണ് ആ മാറ്റം? അവർ ആഗ്രഹിക്കുന്ന മാറ്റം, അവർ മൃഗത്വത്തിലേക്ക് താഴാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഒന്നിനും ഒരു ഒളിയും മറയും വേണ്ടാന്നാണ്. എല്ലാം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പ്രകൃതിയുടെ നിയമങ്ങൾ എല്ലാം എല്ലാവരിലും ഉണ്ട്. അതൊന്നും പാപമായി സനാതനധർമ്മം കണ്ടിട്ടുമില്ല. ഒന്ന് ചുംബിക്കണത് മാത്രമല്ല, എല്ലാതരം ബന്ധവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുണ്യമാണ്, ഒന്നും പാപമല്ല. ഒരു ബന്ധവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപമല്ല. ശാരീരിക ബന്ധങ്ങൾ പാപം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൽ അങ്ങനെ ഒരു രീതിയേ ഇല്ല. ഏറ്റവും പുണ്യവും ദിവ്യവുമായാണ് നമ്മുടെ ശാരീരിക ബന്ധങ്ങളെ കാണുന്നത്. പ്രേമമെന്ന വികാരത്തെപ്പോഴും ഉദാത്തമായ എന്ന് കാണുകയും അതിന് പോലും നമ്മുടെ ധർമ്മത്തിൽ സ്ഥാനമുണ്ട്. ഭാഗവതത്തിൽ വരെ നമ്മൾ അതിനൊക്കെ സ്ഥാനം കൊടുക്കുന്നുണ്ട്. മനസ്സുകൾ തമ്മിലുള്ള ആ ബന്ധത്തിന് ഉദാത്തമായ സ്ഥാനം നൽകുന്നവരാണ് നമ്മൾ. പ്രേമത്തെയും തള്ളിപ്പറയുന്നവരല്ല. കാമവും ആവശ്യമാണ്, പക്ഷെ അതൊരു ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട്. മനുഷ്യർ എന്ന പ്രത്യേകത, മനുഷ്യന് ചില പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അവൻ ആർജിച്ചെടുത്തത് ഒരു പക്ഷെ